സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്പർ 1, ഇമോഷണൽ മെച്യൂരിറ്റി. നിങ്ങളുടെ പാർട്ട്ണർക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അതിന്റെ ബ്ലെയിം നിങ്ങളുടെ തലയിൽ വെച്ച് തരാതെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ആ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാറുണ്ടോ? നമ്പർ 2, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കിൽസ്. റിലേഷൻഷിപ്പിലെ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളെ അറ്റാക്ക് ചെയ്യാതെ, ഇൻസൾട്ട് ചെയ്യാതെ നമുക്ക് ഒരുമിച്ച് ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നത് നമ്മളൊരു യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നത് പോലെയാണ്. നമ്പർ 3, ഷെയർഡ് വാല്യൂസ് ആൻഡ് ലൈഫ് ഗോൾസ്. വിവാഹത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവുന്നതിനെ പറ്റി, കരിയർ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനെ പറ്റി, ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള വാല്യൂസ് ആണോ ഉള്ളത്? അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നിങ്ങൾ തമ്മിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്പർ 4, മ്യൂച്വൽ റെസ്പെക്ട്. നിങ്ങളുടെ ഒപ്പീനിയൻസിനെയും ബൗണ്ടറീസിനെയും റെസ്പെക്ട് ചെയ്യാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച് എടുത്തു ചാടിയ ഒരു തീരുമാനം എടുക്കരുത്. നമ്പർ 5, സെക്യൂർ അറ്റാച്ച്മെന്റ്. ആ റിലേഷൻഷിപ്പിൽ ഒരു ഹെൽത്തി അറ്റാച്ച്മെന്റ് ആണുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു സേഫ് ആൻഡ് സെക്യൂർ ഫീലിംഗ്, അതുപോലെ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കും. അതല്ലാതെ ഇയാളോട് ഇങ്ങനെ പറഞ്ഞാൽ പ്രശ്നമാവോ എന്നുള്ളൊരു പേടിയും ആശങ്കയും ഒക്കെയാണ് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഉള്ളതെങ്കിൽ അതൊരു അൺഹെൽത്തി അറ്റാച്ച്മെന്റ് ആകാനുള്ള സാധ്യതയുണ്ട്. Remember, a perfect partner doesn't exist, but you can definitely get a good partner. Choose wisely.